കോഴിക്കോട് വടകരയിൽ അധ്യാപികമാർ മയക്കുമരുന്ന് മാഫിയയിലേക്ക് എത്തിയത് ഇൻസ്റ്റാഗ്രാം വഴിയെന്ന് പോലീസ്. ലഹരി മരുന്ന് വിൽപ്പനയ്ക്കായി അധ്യാപികമാർക്ക് കമ്മീഷനായി ലഭിച്ചത് വലിയ തുകയാണ് എന്നും കണ്ടെത്തൽ ആദ്യം MDMA ഉപയോഗിച്ചത് മംഗളൂരുവിലുള്ള സുഹൃത്തു വഴിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി ആകാശ് ചേരുന്നുണ്ട്. ആകാശ്, എന്തെല്ലാമാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഹർഷൻ, പ്രധാനമായും ഈ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ ഈ ലഹരി ഇടപാട് സംഘവുമായി ആദ്യം ബന്ധപ്പെട്ടത്. അതും കൃത്യമായി ഇത് ലഹരി മാഫിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സംഘത്തെ ബന്ധപ്പെടുന്നത് എന്നാണ് ഇവർ നൽകിയ മൊഴി. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇവർ ആദ്യമായി MDMA ഉപയോഗിച്ചത് ബാംഗ്ലൂരുവിലെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുമാണ്. അതിനുശേഷം നാട്ടിലെത്തിയതിന് ശേഷം ഈ MDMAയ്ക്കായുള്ള പലരെയും ബന്ധപ്പെടുകയും അതുവഴി ഒരു ഇൻസ്റ്റഗ്രാം വഴി ഇവർക്ക് ലഹരി ലഭിക്കുകയുമായിരുന്നു. അതിനുശേഷം ഇവരെ ഈ രണ്ട് അധ്യാപകരെയും ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെയുള്ള ഈ ലഹരി മാഫിയ ഇതിൻ്റെ ഇടപാടുകാരാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇവർക്ക് കമ്മീഷനായി 50,000 രൂപ മുതൽ 3,000 രൂപ വരെ ലഭിച്ചതായും ഇവർ മൊഴിയിൽ പറയുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഇവർ ഈ അതിലും കൂടുതൽ പണം ഇവർക്ക് ലഭിച്ചതായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതിൽ ഭാഗമായി ഇവർ വ്യക്തിപരമായി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, വലിയ തുക ചിലവഴിച്ചിട്ടുണ്ട് എന്നുകൂടി കണ്ടെത്തുന്നു. കഴിഞ്ഞ ദിവസം കാവ്യ ഇതിൻ്റെ ഭാഗമായി തന്നെ പുതിയൊരു കാർ വാങ്ങിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലഹരി വിറ്റ് കിട്ടിയ ഈ കമ്മീഷൻ തുകയിൽ നിന്നാണോ എന്നുൾപ്പെടെ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ ഇവർ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ ലഹരി മാഫിയയെ ബന്ധപ്പെട്ടത് എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പോലീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ബാംഗ്ലൂരിലെ സുഹൃത്തിൻ്റെ പക്കൽ നിന്ന് MDMA ഉപയോഗിച്ചതിന് ശേഷം നാട്ടിലെത്തി ഇവർ MDMA ഇൻസ്റ്റഗ്രാം വഴി അന്വേഷിക്കുകയും അതിലുള്ള ലഹരി മാഫിയയുമായി ബന്ധപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇവർ അധ്യാപകരായതിനാൽ തന്നെ ഇവരെ ഇടനിലക്കാരാക്കാമെന്ന് ലഹരി മാഫിയ കരുതി കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ലഹരി മാഫിയ ഇവരെ ഇടനിലക്കാരാക്കിയതും അതിനുശേഷം ഇവർക്ക് വലിയ തുക കമ്മീഷനായി ലഭിച്ചു എന്നുകൂടി പറയുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഈ ലഹരി മാഫിയയും ഇൻസ്റ്റഗ്രാമിലൂടെ ഈ ലഹരി മാഫിയ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നിർണായകമായ നീക്കം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകർ ആദ്യമായി ഉപയോഗിച്ചത് ബാംഗ്ലൂരിലെ ഒരു സുഹൃത്ത് നൽകിയതിന് ശേഷം എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് ഈ ലഹരി കിട്ടിയത്, ഇൻസ്റ്റഗ്രാം വഴി ഇവർക്ക് ആരാണ് ഈ ലഹരി നൽകിയത്, ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കൂടാതെ തന്നെ ഒരു അധ്യാപകർ കൂടെ ഇപ്പോൾ പോലീസിൻ്റെ സംശയനിലാണ്. ഒരു അധ്യാപകർ കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ, വിദ്യാർത്ഥികളെ ഇവർ ഇടനിലക്കാരാക്കി മാറ്റിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാകും. അതിനുള്ള വിദ്യാർത്ഥികളെ ആരെയെങ്കിലും ആ മട്ടിൽ ഇടനിലക്കാരാക്കിയിട്ടുണ്ടോ? പക്ഷേ ഈ അധ്യാപികമാർ മറ്റൊരു തലത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസമൊക്കെ സിദ്ധിച്ച അധ്യാപകരായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ മറ്റ് പല സാധ്യതകളും ജീവിക്കാനുള്ളപ്പോൾ ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് ഇടപാടിലേക്കുമൊക്കെ പോകുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ്. വലിയ ധനസമ്പാദനം സാധ്യമാണ് എന്ന് കരുതിയാണ് ഇത്തരം പരിപാടികൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെ വന്നിരിക്കേണ്ടി വരും എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ വലിയ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് എന്തായാലും ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി കണ്ടെത്തിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.